നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെയും ദേശീയ തലത്തിലുള്ള പരീക്ഷകളിലെ ക്രമക്കേടുകളെയും തുടർന്നുണ്ടായ കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചതായി രാഷ്ട്രപതി ഭവൻ അറിയിക്കുകയും ചെയ്തു. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ നിയമിക്കുന്നതുവരെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകുകയും ചെയ്തു. നിലവിലെ വകുപ്പിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം താൽക്കാലികമായി ഏകോപിപ്പിക്കും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലി രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർന്നെന്ന ആരോപണവുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും സമ്മർദ്ദം ശക്തമായി. ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ 35 ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരവും വിഷയത്തെ ദേശീയ തലത്തിൽ സജീവ ചർച്ചയാക്കി. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. രാജിക്കത്തിൽ രാജ്യത്തിന്റെ താൽപര്യത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും നിലവിലെ സാഹചര്യം ദേശവിരുദ്ധ ശക്തികൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. അന്വേഷണം സുതാര്യമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ എല്ലാ സഹകരണവും നൽകുമെന്നും പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ ചുമതല ഏറ്റെടുക്കുന്ന പ്രഹ്ലാദ് ജോഷി BJPയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. കർണാടകയിലെ ധാർവാഡിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കം. സംഘടനാ രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 1995 മുതൽ 1998 വരെ BJPയുടെ ധാർവാഡ് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. തുടർന്ന് 1998 മുതൽ 2003 വരെ അതേ ജില്ലയിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. സംഘടനാ മികവും പാർട്ടി പ്രവർത്തനങ്ങളിലെ സജീവ ഇടപെടലും അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. 2004 ആദ്യമായി ധാർവാഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിലെത്തിയ പ്രഹ്ലാദ് ജോഷി പിന്നീട് തുടർച്ചയായി ജനവിധി നേടി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറി. പാർലമെന്റിലെ വിവിധ സ്ഥിരം സമിതികളിൽ അംഗമായും അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 16ാം ലോക്സഭയിൽ പെട്രോളിയം പ്രകൃതിവാതക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥിരം സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഭരണപരമായ അനുഭവവും സംഘടനാ പ്രവർത്തനത്തിലെ പരിചയസമ്പത്തുമാണ് പിന്നീട് അദ്ദേഹത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് എത്തിച്ചത്. കേന്ദ്ര മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യങ്ങൾ, കൽക്കരി ഖനന മേഖല, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തുടങ്ങി വിവിധ സുപ്രധാന വകുപ്പുകളുടെ ചുമതല അദ്ദേഹം വിജയകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. കർണാടക BJP സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുള്ള പ്രഹ്ലാദ് ജോഷി പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുക്കുന്ന പ്രഹ്ലാദ് ജോഷിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുക, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പൂർണ്ണമായും തടയുക, പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുക, ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുക തുടങ്ങിയ വിഷയങ്ങൾ അടിയന്തര പരിഗണന ആവശ്യപ്പെടുന്നവയാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതും പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമായി വിലയിരുത്തുന്നു. ഇതിനിടെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന് CJP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക, ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക, വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസ്യത പുനർനിർമ്മിക്കുന്നതിൽ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രാലയം എത്രത്തോളം വിജയിക്കുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.